എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാട്ടോ. സമയം ഇപ്പോൾ 1:45. ഇന്ന് നമ്മൾ പോകുന്നത് ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് ഒരു ട്രെയിൻ യാത്ര കേട്ടോ. അപ്പോൾ ഈ കിടക്കുന്ന വണ്ടിക്കാണ് നമുക്ക് പോകേണ്ടത്. ഇത് കറക്റ്റ് 2:05 ഇവിടെ നിന്ന് എടുക്കുന്ന വണ്ടിയാട്ടോ. ഈ കാണുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഏറ്റവും പുറകു ഭാഗമാട്ടോ, അതായത് ഏറ്റവും എൻഡിലാണ് നിൽക്കുന്നത്. ഈ ഒരു ഭാഗമാണ് നമ്മുടെ കോയമ്പത്തൂരൊക്കെ പോകുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്തോട്ടോ നമ്മുടെ നിലമ്പൂർ ഭാഗമൊക്കെ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കുള്ള ട്രെയിൻ യാത്ര ആയിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ടത് കാണാം. അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ കാണാം. ഇവിടെ എന്തോ മൂടിയിട്ടിരിക്കുന്നത് കാണാം കേട്ടോ. അതുപോലെ ആ കിടക്കുന്നത് നമ്മുടെ കോയമ്പത്തൂരിലേക്ക് പോകുന്ന വണ്ടി കേട്ടോ. അവിടെ കിടക്കുന്നത് കാണാം, കോയമ്പത്തൂരിലേക്ക് പോകുന്ന വണ്ടി. അപ്പോൾ നമ്മുടെ വണ്ടി 2:05 ഇവിടെ നിന്ന് എടുക്കുക. അപ്പോൾ സമയം 1:45 കഴിഞ്ഞിട്ടോ. എന്തായാലും ട്രെയിൻ അകത്തേക്ക് കയറാം. ഇവിടെ ആയിട്ട് നമുക്ക് ഷൊർണൂർ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കാണാം കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കുറേ ഉണക്കമീനൊക്കെ വെച്ചേക്കുന്നതാണ് കേട്ടോ. ഭയങ്കര സ്മെല്ലുണ്ട് കേട്ടത്. അതുപോലെ ഈ ഒരു ഭാഗത്തു നിന്ന് വെള്ളമൊക്കെ അങ്ങനെ ഒഴുകി താഴത്തോട്ട് ഒലിക്കുന്നത് കാണാം. നല്ല സ്മെല്ലുണ്ട്. നല്ല അലമ്പായിരിക്കും കേട്ടോ. മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴേക്കും ആകെ ഒലിച്ച് നല്ല അലമ്പായിരിക്കും. ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് ഷൊർണൂരിലേക്ക് വന്നൊരു വണ്ടി കിടക്കുന്നതാണ് കേട്ടോ. ഒരുപാട് പേര് ഈ ഒരു ഭാഗത്തോടൊക്കെ ഇറങ്ങി വരുന്നത് കാണാം. കുറേ പേരൊക്കെ പോയിട്ടോ. ഈ ഭാഗത്തായിട്ട് നമുക്ക് വണ്ടികളുടെ പാർക്കിംഗ് കാണാം കേട്ടോ. ഇവിടെ ബൈക്കിൻ്റെ പാർക്കിംഗ് കാണാം. അതുപോലെ അപ്പുറത്തെ സൈഡിലായിട്ട് വേറെയും പാർക്കിങ്ങുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് റെയിൽവേ സ്റ്റേഷനുകളിൽ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്റ്റേഷനിൽ വർക്ക് നടക്കുന്നുണ്ട്. പുറത്തൊക്കെ വർക്കാണ്. അതുപോലെ മെയിൻ കൗണ്ടറൊക്കെ മാറിയിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറൊക്കെ വേറെ സൈഡിലേക്ക് മാറിയിട്ടുണ്ട്. ക്ലൈമറ്റ് ഉണ്ടല്ലേ, ചെറിയ മഴയ്ക്കൊക്കെയുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ നല്ല വെയിലാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും മഴ പെയ്യാനൊക്കെയുള്ള സാധ്യത ഉണ്ട് കേട്ടോ. നോക്കാം നമുക്ക്. ഈ ഒരു ബോഗിയിലായിരിക്കും നമ്മൾ കയറുന്നത്. അതിനകത്ത് വലിയ ആളും തിരക്കൊന്നുമില്ല. മുന്നിലോട്ടൊക്കെ നല്ല തിരക്കാട്ടോ. വലിയ ആൾക്കാരൊന്നുമില്ല. ഇതിൻ്റെ ആൾ കുറവാണെങ്കിൽ എന്തായാലും നമുക്ക് ഈ ഒരു ബോഗിയിൽ തന്നെ കയറാം. നല്ല കാറ്റുണ്ട് കേട്ടോ പുറത്ത്. വലിയ തിരക്കൊന്നും കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കയറാം കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കോയമ്പത്തൂരിലേക്ക് പോകുന്ന വണ്ടി കിടക്കുന്നതാണ്. ഇത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ വണ്ടി കിടക്കുന്നത് 1-ലാണ്. നമുക്ക് ഈ ഷൊർണൂർ നിലമ്പൂർ റൂട്ടിൽ ഏകദേശം 12ഓളം സ്റ്റേഷൻ വരുന്നുണ്ട്. ഈ ഒരു ഫോറസ്റ്റിനിടയിൽ എന്തായാലും നമുക്ക് അടിപൊളി കാഴ്ചയായിരിക്കും. ഈ ഒരു ഭാഗം കാണാൻ ചെറിയ കാട് പിടിച്ച് കിടക്കുന്നത് കാണാം. ഇതാണ് നമ്മുടെ 1-ാമത്തെ പ്ലാറ്റ്ഫോം കേട്ടോ. ബാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് മംഗലാപുരം വരെ പോകുന്ന വണ്ടിയാട്ടെ കിടക്കുന്നത്. ഒരു 10 മിനിറ്റ് നേരമേ ഉള്ളൂ. ഇപ്പോൾ എടുക്കട്ടോ വണ്ടി. നല്ല തിരക്കാട്ടതിൽ, രക്ഷയില്ലാത്ത തിരക്കാണ് അതിൽ. സമയം കറക്റ്റ് 2:05 ആയപ്പോഴേക്കും നമ്മുടെ വണ്ടി ഷൊർണൂർ വിട്ടു കേട്ടോ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാമത്തെ പ്ലാറ്റ്ഫോമിൽ വണ്ടി എടുത്തു. കാണുന്നത് നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പാർസൽ ഓഫീസാട്ടോ. നമ്മുടെ ബൈക്കും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റേഷൻ വരുന്നത് വാടാനംകുരിശി കേട്ടോ. ഇവിടെയായിട്ട് നമുക്ക് പാർക്കിംഗ് കാണാം ബൈക്കിൻ്റെ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനോട് വിട പറഞ്ഞ് നമ്മൾ പോവാണ്. കാണുന്നൊരു അമ്പലമാട്ടോ. ഇത് കണ്ടില്ലേ, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തന്നെ നമുക്കൊരു അമ്പലം കാണാം അവിടെ. അടിപൊളിയാട്ടോ. അതുപോലെ ഇനി അങ്ങോട്ട് അത്യാവശ്യം നല്ല കൃഷിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നമുക്ക്. അടിപൊളി കാഴ്ചയായിരിക്കട്ടെ യാത്രയിൽ. എന്തായാലും നോക്കാം നമുക്ക്. ഇത് കണ്ടില്ലേ, മുഴുവൻ കാട് പോലെ കിടക്കുന്നു. ബസ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പാടങ്ങളും അതുപോലെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. നല്ല രീതിയിൽ ഫോറസ്റ്റും പച്ചപ്പും
കൃഷിയൊക്കെ കാണാൻ തുടങ്ങി കേട്ടോ. അടിപൊളി കാഴ്ചയാണ് ഇവിടെ അങ്ങോട്ട്. കണ്ടില്ലേ, പച്ചപ്പിനിടയിലായിട്ട് കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ആയിട്ട് നമ്മൾ വാടാനംകുരിശ് എന്ന് പറയുന്ന സ്റ്റേഷൻ എത്താറ് കേട്ടോ. ഷൊർണൂർ കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റേഷനാണ് നിലമ്പൂർ ഭാഗത്തേക്കുള്ള വാടാനംകുരിശ് എന്ന് പറയുന്നത്. മഴയൊക്കെ പെയ്ത് പാടത്തൊക്കെ അത്യാവശ്യം നല്ല വെള്ളം കേട്ടോ. അടിപൊളിയാണ് ഈ ഒരു സമയത്ത് കാണാൻ. കണ്ടിട്ട് ഇതിനിടയിൽ കൂടെ ഉള്ളൊരു യാത്ര അടിപൊളിയാട്ടോ. പിന്നെ അങ്ങോട്ടുള്ളൊരു കാഴ്ച കണ്ടിട്ട് പൊളിയാണ്. നമ്മളങ്ങനെ വാടാനംകുരിശ് എത്തിട്ടോ. വാടാനംകുരിശ് ഈ കാണുന്നതാണ് നമ്മുടെ വാടാനംകുരിശ്. ഇവിടെ 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റൊക്കെ സമയമുള്ളൂ കേട്ടോ. ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ കയറുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വണ്ടി എടുക്കുന്നുണ്ട്. വണ്ടി എന്തായാലും കാലിയാട്ടോ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇഷ്ടംപോലെ സീറ്റാണ്. നമ്മളെന്തായാലും ഇരിക്കുന്നില്ല, നിന്ന് പോകാനാട്ടോ നമ്മുടെ പ്ലാന്. അങ്ങനെ വാടാനംകുരിശ് വിട്ടു നമ്മുടെ വണ്ടി. ചെറിയ സ്റ്റേഷനുകളാട്ടോ ഇനിയൊക്കെ ഉള്ളത്. അടിപൊളി കാഴ്ചയായിരിക്കും. എല്ലാം ചെറിയ സ്റ്റേഷനാട്ടോ ഇനി അങ്ങോട്ട്. നമ്മുടെ വാടാനംകുരിശ് പാസ് ചെയ്ത് പോകുന്നു. നമ്മൾ വല്ലപ്പുഴ എന്ന് പറയുന്ന സ്റ്റേഷൻ എത്തിട്ടോ. വല്ലപ്പുഴ കഴിഞ്ഞു. ഇവിടെ ഒരു മിനിറ്റൊക്കെ വരുന്നുള്ളൂ കേട്ടോ. കണ്ടില്ലേ, എല്ലാം ചെറിയ ചെറിയ സ്റ്റേഷനാണ്. ആൽമരങ്ങളും അടിപൊളി കാഴ്ച കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ച ഉണ്ടല്ലേ, അടിപൊളിയാട്ടോ. കൃഷിയാണ് മൊത്തം. അതിനരികിൽ കൂടെ അടിപൊളി കാഴ്ച കേട്ടോ. നമ്മളിത് അടുത്ത സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഏകദേശം എത്താറായിട്ടോ. ഈ ഒരു ഭാഗമൊക്കെ മൊത്തം കൃഷി തന്നെ കേട്ടോ. കവുങ്ങും തെങ്ങും അതുപോലെ ഇതിനിടയിൽ കൂടെ ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാം നമുക്ക്. നമ്മൾ ചെറുകര എന്ന് പറയുന്ന സ്റ്റേഷൻ എത്താണ്. നമ്മളിത് അടുത്ത സ്റ്റേഷൻ എത്തിയിട്ടോ. ചെറുകര എന്നാണ് സ്റ്റേഷൻ്റെ പേര്. ഇത് ചെറിയൊരു സ്റ്റേഷനാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ട്രെയിനിൻ്റെ ഏറ്റവും പുറകിലായിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ കാഴ്ചകളൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ട്രെയിൻ അങ്ങനെ വളഞ്ഞു പോകുന്നതൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. മൊത്തം കൃഷി തന്നെയാണ് ഈ ഒരു ഭാഗമൊക്കെ കാണാൻ നമുക്ക്. അടിപൊളിയാണ്. അതുപോലെ തന്നെ അവിടെയൊക്കെ പണിയെടുക്കാം കേട്ടോ. മൊത്തം പ്ലാറ്റ്ഫോമിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റൊക്കെ നമുക്ക് ടൈമുള്ളൂ. അത്യാവശ്യം ആൾക്കാരൊക്കെ കയറാണ്ട് തോന്നുന്നു കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ ചെറുകര എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ.
അങ്ങനെ ചെറുകരയിൽ നിന്ന് വണ്ടി എടുത്തു. 1 മിനിറ്റ് ഉള്ളൂ കേട്ടോ ടൈം. കാട് തന്നെയാണ് കണ്ടില്ലേ, അടിപൊളി കാഴ്ചയാണ്. ചെറുകര റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി എടുത്തു കേട്ടോ. നമ്മളങ്ങനെ അങ്ങാടിപ്പുറം സ്റ്റേഷൻ കഴിഞ്ഞു കേട്ടോ. നിലമ്പൂർ കഴിഞ്ഞാൽ കുറച്ചും കൂടി വലിയ സ്റ്റേഷൻ വരുന്നത് ഇതാട്ടോ, അങ്ങാടിപ്പുറം. അവിടെ നിന്ന് വണ്ടി എടുത്തു. പക്ഷെ നല്ല തിരക്കാട്ടോ ഇവിടെയൊക്കെ. ഇവിടുന്ന് അങ്ങോട്ടൊക്കെയുള്ളൊരു കാഴ്ച ഉണ്ടല്ലേ, നല്ല ഹൈറ്റിലും മലകളും മൊത്തം കൃഷിയൊക്കെ ആയിട്ട് അവിടെയും കാണാട്ടോ നമുക്ക് നല്ല ഹൈറ്റിൽ മലകൾ. എന്തായാലും ഈ റൂട്ട് അടിപൊളിയാട്ടോ. നമ്മൾ പട്ടിക്കാട് എത്തിട്ടോ. പട്ടിക്കാട് വളരെ ചെറിയ സ്റ്റേഷനാണ്. 1 മിനിറ്റൊക്കെ ഇവിടെ ടൈം വരുള്ളൂ കേട്ടോ നമുക്ക്. അവിടുന്ന് വണ്ടി എടുത്തു, പട്ടിക്കാട് നിന്ന് വണ്ടി എടുത്തിട്ട് 1 മിനിറ്റിൽ താഴെ ഉള്ളൂ കേട്ടോ. അവിടെയൊക്കെ ജസ്റ്റ് ആളിറക്കുക കേൾക്കുക. ഞാൻ വണ്ടി അവിടെ നിന്ന് എടുത്തു. ഈ ഒരു പട്ടിക്കാട് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴക്കാറായി. മഴയൊക്കെ ചുറ്റാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അതുപോലെ കാണുന്നത് കോഴി ഫാമാണ്. അതിനിടയിലൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനത്തെ ഒരുപാട് പരിപാടികളൊക്കെ കാണാൻ പറ്റും. കോഴി ഫാമോ അതുപോലത്തെ ഒരുപാട് പരിപാടികൾ കാണാൻ പറ്റും. നമ്മുടെ മേലാറ്റൂർ എത്തിട്ടോ. മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷൻ ഈ ഒരു റൂട്ടിലെ ഏറ്റവും അടിപൊളി സ്റ്റേഷനായിരുന്നു കേട്ടോ ഇത്. പക്ഷെ ഇപ്പം മൊത്തം ഇലക്ട്രിഫിക്കേഷൻ്റെ ഭാഗമായിട്ടെല്ലാം മുറിച്ച് മൊത്തം ക്ലീൻ ആയിട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇതാ മേലാറ്റൂരിൽ നിന്ന് വണ്ടി എടുത്തിട്ടോ. ഈ ഒരു ഭാഗമൊക്കെ കണ്ടില്ലേ, മരങ്ങളൊക്കെ ഒരുപാട് മുറിച്ച് അങ്ങോട്ടൊക്കെ പുതിയ ബിൽഡിങ്ങുകളൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കാണാട്ടോ നമുക്ക്. അവിടെയൊക്കെ കുറേ ബിൽഡിങ്ങുകൾ കയറി തുടങ്ങുന്നുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ മൊത്തം മരങ്ങളായിരുന്നു കേട്ടോ. എല്ലാം മുറിച്ചാണ് ഇപ്പോൾ ഈ ഇടയ്ക്ക് നമ്മുടെ ഇലക്ട്രിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് മുറിച്ച മരങ്ങൾ. അങ്ങനെ തൊടിയപ്പുലെത്തിയിട്ട് തൊടിയപ്പുല. ഇതും വളരെ കുഞ്ഞു സ്റ്റേഷനാട്ടോ. വളരെ ഉയർന്നാണ്. ഇവിടെയും 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റൊക്കെ ടൈമുള്ളൂ. ഇതാണ് ഈ സ്റ്റേഷനിൽ ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത് കേട്ടോ. വാണിയമ്പലം എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിൽക്കുക കേട്ടോ. ഇപ്പോൾ ഒരു വണ്ടി വരാനുണ്ട്. നിലമ്പൂരിൽ നിന്ന് കോട്ടയത്തേക്കുള്ള വണ്ടി ഇതാ വരുന്നുണ്ട് കേട്ടോ. ആ വണ്ടി പോയി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. ഇതൊക്കെ ഇതിൽ കയറാനുള്ളവരോ കേട്ടോ. നല്ല തിരക്കാണ് അവിടുന്ന്.
ഇതാ നമ്മൾ വാണിയമ്പലം സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തു കേട്ടോ. അപ്പുറത്ത് മറ്റേ വണ്ടി വന്നപ്പോഴേക്കും നമ്മളിതാ ഇവിടെ നിന്ന് എടുത്തു. ഇവിടെ കാണാട്ടോ നമുക്ക് കോട്ടയം വണ്ടി. ഈ കാണുന്ന കേട്ടോ നമ്മുടെ വാണിയമ്പലം പാറ. ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക് വാണിയമ്പലം പാറ. ഈ ഒരു സൈഡിൽ നിന്ന് ഇതിൻ്റെ മേളിലേക്ക് കയറാനുള്ള വഴിയൊക്കെ കാണാം നമുക്ക്. ഈ കാണുന്നതാണ് പാറയുടെ മേളിലേക്ക് നോക്കി. നമ്മൾ ഏകദേശം നിലമ്പൂർ എത്താറായിട്ടോ. 10 മിനിറ്റിനകം നമ്മൾ നിലമ്പൂരെത്തും. സ്കൈയുടെ കളറൊക്കെ കണ്ടില്ല, മൊത്തം മാറിയിട്ടോ. ഇടയ്ക്ക് ചെറിയ രീതിയിൽ മഴയൊക്കെ പൊടിഞ്ഞായിരുന്നു, പെയ്തില്ല. എന്നാലും സ്കൈയുടെ കളർ എടുക്കുന്നുണ്ട്, അടിപൊളിയാട്ടോ. നമ്മൾ ഏകദേശം നിലമ്പൂർ എത്തിയിട്ടോ. ട്രെയിൻ ഇപ്പോൾ 10 സ്ലോ ആയിട്ട് പോകുന്നത്. ഇവിടെ പാലത്തിൻ്റെ പണി നടക്കാം കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ സ്ലോ ആയിട്ട് പോകുന്നത്. അവിടെ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ട് പാലം പണിതുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്ന വണ്ടി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ഭാഗത്തായിട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷനൊക്കെ. ഇത് അവിടെയായിട്ട് കാണാം കേട്ടോ. നമുക്ക് ക്ലോസ് ചെയ്തിട്ട് മൊത്തം പണി നടക്കുന്നതാണ് അവിടെ. ഇങ്ങനെ നമ്മൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 1ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയായിട്ട് നമ്മുടെ രാജറാണി കിടക്കുന്നത് കാണാം. ഇവിടെ പണിയൊക്കെ നടക്കട്ടെ മൊത്തം. നിലമ്പൂർ റോഡ്. നമ്മൾ നിലമ്പൂർ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി കേട്ടോ. നമ്മൾ വന്ന വണ്ടി നമ്മൾ കയറിയതൊക്കെ ആ ഒരു ഭാഗത്തായിരുന്നു. നമുക്ക് ഈ ഒരു ഭാഗത്തോട് അപ്പുറത്തോട്ട് പോയി നോക്കാം. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഈ വണ്ടി ഇപ്പം 4:10 ഇവിടുന്ന് പാലക്കാട്ടേക്ക് പോകുന്ന വണ്ടി കേട്ടോ. ഇത് കാണാം, നമുക്ക് നല്ല തിരക്കുണ്ട്. ഞാൻ ആ ഒരു ഭാഗത്തൂടെ നടന്നതാ സ്റ്റേഷൻ്റെ ഏറ്റവും എൻഡിലെത്തിയിട്ടു. ഈ ഒരു ഭാഗമാണ് നമ്മുടെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ എൻഡ് വരുന്നത്. അതുപോലെ ഈ കിടക്കുന്നത് നമ്മുടെ രാജറാണി കേട്ടോ. രാത്രി 9:00 നമ്മുടെ തിരുവനന്തപുരം കൊച്ചുവേളിയിലോട്ട് പോകുന്ന രാജറാണി കിടക്കുന്നുണ്ട് ഇവിടെ. അതായിരുന്നു കേട്ടോ നമ്മൾ വന്ന വണ്ടിയൊക്കെ. 4:10 ഇനി പാലക്കാട്ടേക്ക് പോകും. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കുള്ള ട്രെയിൻ യാത്രയായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇതാട്ടോ നമ്മുടെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഏറ്റവും എൻഡ് ഭാഗം. അപ്പം എന്തായാലും നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.